കോട്ടപ്പുറം രൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഈ എവാങ്കോലിയൻ ഈ ഒരു ബൈബിൾ എഴുതുന്ന ഈ ഒരു വചന പ്രഘോഷണ വേദിയിൽ വളരെ വ്യത്യസ്തമായ ഒരു ബൈബിളാണ് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെയുള്ളത് നമ്മളുടെ പേര് എൽനയുടെ സ്ഥലം എവിടുന്ന? പുത്തമ്പലിക്കര, ഒരു മാനഞ്ചേരി ഇടവയിൽ നിന്നാണ് അല്ലേ? നിങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ പഴകിയൊരു അല്ലേ, ഇതിനെന്താ പേര് പറയുന്നത്? ആന്റിക്യൂ വിന്റേജ് ലുക്ക് ബൈബിൾ. ആന്റിക്യൂ വിന്റേജ് ലുക്ക് ബൈബിൾ. ഇത് ഈ കുട്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ബൈബിളാണ്. ബൈബിൾ എന്ന് വെച്ചാൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം മുഴുവനായി ഇത് എഴുതിയെടുത്തിരിക്കുന്നു. ഇത് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്നു തന്നെ നോക്കാം. നമ്മൾ തുറന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ചട്ട ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ആദ്യം തന്നെ അല്ലേ, ഇത് മോള് തന്നെ വരച്ചതാണത്. മാർക്കോസിനെ പ്രതിനിധീകരിക്കുന്ന സിംഹം അല്ലേ, അത് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കാണിച്ചിരിക്കുന്നത് ഇത് എല്ലാം എഴുതിയത് അല്ലേ. വളരെ വ്യത്യസ്തമായ തന്നെ അല്ലെ, ചാക്ക് നൂല് കൊണ്ട് തന്നെ ഒരു ഇതുണ്ടാക്കിയിരിക്കുന്നു. ഇത് ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് മോളെ ഇത് ഉണ്ടാക്കിയതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബൈബിൾ ഉണ്ടാക്കണമെന്ന് ചിന്ത വന്നത്? ബൈബിള് ഭയങ്കര പഴക്കമുള്ള ഇതാണ്. സോ ആക്ച്വലി ഇത് 2200 ഇയേഴ്സ് ബാക്കിലാണ് ഇത് ചെയ്തേക്കണേ. സോ ഒരു വിൻറ്റേജ്, ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ഇത്. സോ ഞാൻ ഇങ്ങനെ പഴയ രീതിയിൽ ഒരു വിൻറ്റേജ് ആന്റിക്യൂ ലുക്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഈ ഒരു ഇതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ആക്ച്വലി ബൈബിൾ എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്. എവിടെയെങ്കിലും കിട്ടിയിരുന്നോ ഇങ്ങനത്തെ ലുക്ക്? അപ്പോ ഇങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു ലുക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്താലാണ്. ഇതേപോലെ പേപ്പറുകൾ, അതോടൊപ്പം തന്നെ ഈ ഒരു ചട്ട, ഇതെല്ലാം എങ്ങനെയാണ് ക്രിയേറ്റ്, അതിന്റെ എങ്ങനെയാ വന്നിരുന്ന റെഫറൻസ് കാര്യങ്ങളെല്ലാം? ആക്ച്വലി ഞാൻ കുറച്ച് ജേർണലിന്റെ റെഫറൻസ് ഇതിൽ സെർച്ച് ചെയ്തിരുന്നു, വിക്കിപീഡിയ അതിൽ. സോ കുറച്ച് ജേർണലിൽ ഇത് കണ്ടു. സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്തു. പിന്നെ ലെതർ യൂസ് ചെയ്ത് ഫുൾ കവർ ചെയ്തേക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ക്രിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് ഹാർഡ് കവർ ചെയ്തേക്കണത് ഒരു കാർഡ്ബോർഡ് ഇതില്ല, അതില് ലെതർ ഇത് ചെയ്തേക്കുക. ലെതറിൽ മുഴുവൻ കവർ ചെയ്തു, ഈ ഷേപ്പിൽ ഇത് ചെയ്തു, ജേർണലിന്റെ ഇത്. അത് കഴിഞ്ഞിട്ട് പേജ് കുറച്ചായിട്ട് സെറ്റ് ചെയ്ത് ബൈൻഡ് ചെയ്തെടുത്തു. ഈ പേജുകളൊക്കെ എങ്ങനെ ഈ ഒരു വളരെ പഴമയുടെ ഒരു ഇത് ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാ? ഫസ്റ്റ് ആക്ച്വലി കോഫിയിൽ ഡൈ ചെയ്തു ഈ പേപ്പർ. അത് കഴിഞ്ഞിട്ട് സ്ലൈറ്റ്ലി ഒന്ന് ഇവിടെ സൈഡ് ഒന്ന് ബേൺ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതാൻ തുടങ്ങി. എത്ര ദിവസം എടുത്തു ഇത്രയും വർക്ക് ചെയ്തിട്ട്? ഒരു 6-5 ദിവസം. 6-5 ദിവസം കൊണ്ട് ഇത് മുഴുവൻ എഴുതി കഴിഞ്ഞു. പിന്നെ ഒരു 2 ദിവസം എടുത്ത് ഇത് കംപ്ലീറ്റ്. 6-5 ദിവസം കൊണ്ട് മുഴുവൻ മോൾ എഴുതി. ഇത് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഡൈ ചെയ്ത് ഇതേപോലെ ഇങ്ങനെ വളരെ സൂക്ഷിച്ച് കത്തിക്കണ്ടേ അല്ലേ? ഇത് മൊത്തം കത്തിപ്പോകുമല്ലോ. അതേ ഇതിന്റെ രീതിയിലെടുത്ത് ഇതെല്ലാം മൊത്തം എടുത്ത് 6 ദിവസം. എല്ലാം കൂടി ടോട്ടൽ പറയുമ്പോ ഒരു 10-12 ദിവസം. 12 ദിവസം എഴുതിയപ്പോ ഉണ്ടായിരുന്ന അനുഭവം എന്തായിരുന്നു? ഒരു പ്രത്യേക യുണീക്ക് ഫീലിംഗ് ആയിരുന്നു, എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ആൻഡ് അത് ആക്ച്വലി ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഗ്രഹം. എനിക്ക് ആദ്യം കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കരധികം അത്ഭുതം തോന്നി. കാരണം എൻ്റെ സ്റ്റുഡൻ്റാണ് അവള്. ഞാൻ പറഞ്ഞു എങ്കിൽ പോലും ഇത്ര മനോഹരമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടവക സ്റ്റുഡൻ്റാ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ഒത്തിരി ഒത്തിരി ഇങ്ങനെ ഇത്രമാത്രം ഇല്ല, ഇത്രയും മനോഹരം. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുക, ഇത്ര മനോഹരമായിട്ട് ബൈബിൾ എഴുതാൻ സാധിച്ചു. ദൈവത്തിന്റെ വചനം എഴുതാനായിട്ട് ഇത്ര മനോഹരമായിട്ട് അവളുടെ പേപ്പർ പഴയതുപോലെയാണെങ്കിൽ തന്നെ അതേപോലെ തന്നെ രീതിയിലൊരു കൈയക്ഷരവും അല്ലെ, വളരെ ആ ഒരു ഫീല് തന്നെ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബൈൻഡ് ചെയ്യാനായിട്ട് എവിടെയായിരുന്നു ചെയ്തിരുന്നത്? ബൈൻഡ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇതേപോലത്തെ ഒക്കെ എല്ലാം ഒറ്റയ്ക്ക് അല്ലെ, വേറെ എവിടെയും ഒരു ഹെൽപ്പിന് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സഹായിച്ചു ഇതിന്റെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു ഇന്നിപ്പോ ഇവിടെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോ? റിയലി ഭയങ്കര നല്ല ഒരു ഫീലിംഗ് വന്നു. എൽന ഇങ്ങനെ ഒരു ബൈബിൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന്റെ പിന്നിൽ എല്ലാം ചിന്തിച്ചത്
ബൈബിൾ എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ഒരു പുസ്തകമാണ്. ശരിയാണ്, നമുക്കറിയാം 2000 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ബൈബിൾ അത് വീണ്ടും പകർത്തി എഴുതുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു ശൈലിയിൽ തന്നെ ഉണ്ടാകണം എന്നൊരു ചിന്ത ആണ് അല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ആൻറ്റിക്യൂ ലുക്കിലേക്കുള്ള ഒരു ബൈബിൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ പകർത്തി എഴുതുന്നതിൽ എത്തിച്ചത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെയാണ്. ഇതിൻ്റെ ബൈൻഡിങ് അടക്കം ചെയ്തിരിക്കുന്നത് അത് വളരെ മഹത്തായ കാര്യമാണ്. ഒപ്പം ഇങ്ങനെ എഴുതാൻ തോന്നാൻ ഈ ഒരു ബൈബിൾ ഈ ഒരു രീതിയിലേക്ക് എഴുതിയെടുക്കാൻ എനിക്ക് സഹായിച്ച ടീച്ചർ അല്ലേ, ഒരു പ്രോത്സാഹനം നൽകി, വീട്ടിൽ അമ്മ, ഓക്കെ, എല്ലാവർക്കും വളരെയധികം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.